ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് LDF. അടുത്ത മാസം 5-ന് രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തും. ഇന്ന് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പും ലഭിക്കുന്നില്ല. BJP നേതാക്കളുടെ പ്രതികരണങ്ങളടക്കം മറിച്ചുണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ LDF ആലോചിക്കുന്നത്? സ്മൃതി, ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കേന്ദ്ര നിലപാടിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം നൽകിയില്ല എന്നുള്ളതിനാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ഇന്നിപ്പോൾ LDFന്റെ മുന്നണി യോഗത്തിൽ പ്രധാനമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തു. നിലവിൽ ഡിസംബർ 5-ന് നടക്കുന്ന രാജ്ഭവൻ മാർച്ച് വളരെ വിപുലമായിട്ട് നടത്താനാണ് ഈ LDFന്റെ മുന്നണി യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം. സംസ്ഥാനത്ത് ജില്ലകൾ തോറും ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു രാജ്ഭവൻ മാർച്ചാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ കടമ്പ എന്നോണം LDF തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. കേന്ദ്ര സഹായം വയനാട് ദുരന്തം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ സഹായ അഭ്യർത്ഥന നടത്തി എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 2219 കോടിയുടെ പ്രത്യേക പാക്കേജിൽ ഇതുവരെയും ഒരു നിലപാടും കൈക്കൊള്ളാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് ഇപ്പോൾ LDF സംയുക്തമായിട്ട് ഒരു രാജ്ഭവൻ മാർച്ചിലേക്ക് ഈ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. ഇത്തരത്തിലൊരു വയനാടിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട്, ഇതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളുന്നത് വരെ സംയുക്തമായി വളരെ പ്രക്ഷോഭകരമായിട്ടുള്ള മാർച്ചുകളിലേക്ക് കടന്നുപോകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഇനി 1 വർഷം മാത്രമേ സർക്കാരിന് മുന്നിലുള്ളൂ. സർക്കാരിന്റെ പ്രതിച്ഛായ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. അത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പുകൾ, 2 തെരഞ്ഞെടുപ്പുകൾ ഇനി വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് വയനാടൻ ജനതയ്ക്ക് നൽകിയ ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വയനാട് ജനതയെ വഞ്ചിച്ചത് സർക്കാരാണെന്നുള്ളതാണ് BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനോടകം ആരോപിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിൽ വന്ന ഫണ്ട് ഉപയോഗിച്ചില്ല എന്നുള്ള ആരോപണങ്ങളടക്കം ഈ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു യോഗം, MP-മാരുടെ യോഗവും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ വരുന്ന ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 20 MP-മാരും സംയുക്തമായിട്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വളരെയധികം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിൽ പ്രധാനമായും ഈ കേന്ദ്ര സഹായം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇതിൽ പ്രധാനമായും സർക്കാർ ആവശ്യപ്പെട്ടത് ഈ പ്രത്യേക പാക്കേജിന് പുറമെ ഈ ദുരിതാശ്വാസ അല്ലെങ്കിൽ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങളുടെ ബാങ്കിലുള്ള വായ്പ എഴുതിത്തള്ളുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇത്തരത്തിൽ ഈ ആവശ്യങ്ങൾ പ്രധാനമായിട്ടും നടപ്പിലാക്കണം. ഇതിനോട് കേന്ദ്രം മുഖത്തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ 3 മാസങ്ങൾക്ക് ശേഷം നവംബർ 13-നാണ് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ട് സർക്കാർ എത്തിയിരിക്കുന്നത്. ആ അഭ്യർത്ഥന നടത്തിയത് നവംബർ 13 എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ സർക്കാരിന് മേലുള്ള ഈ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അത്തരത്തിലൊരു സത്യവാങ്മൂലം വരുമ്പോൾ കേരളത്തിലെ ജനം ഏത് വിശ്വസിക്കേണ്ട എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു കള്ളമാണോ പടച്ചുവിട്ടത് എന്നുള്ളത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ BJP അടക്കമുള്ള BJPയിലെ നേതാക്കന്മാരും മുന്നോട്ട് വന്നിരിക്കുന്നു. സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിലപാടോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇടപെടലോ നടത്തിയിട്ടില്ല. വളരെ വൈകിയാണ് സഹായ അഭ്യർത്ഥന തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരമുള്ള നടപടികൾ നടന്നു വരുന്നു. അതിനോടനുസരിച്ച് ഈ ഈ മുകളിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്. അതിനനുസരിച്ചുള്ള ഒരു ധനസഹായം എന്തായാലും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഈ ദുരന്ത ഭൂമിയിൽ പ്രധാനമായും സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുക, ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുക, മൂന്നാമത് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക. ഈ 3 ആവശ്യങ്ങളുടെയും സർക്കാരിന്റെ 3 ആവശ്യങ്ങൾക്ക് മുന്നിലും കേന്ദ്ര സർക്കാർ വാതിലടയ്ക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ 3 മാസമായി നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഈ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നവംബർ 13-ന് ഇത്തരത്തിലുള്ള സഹായ അഭ്യർത്ഥന നൽകുമ്പോഴും പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെ ഇടപെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KV തോമസ് അടക്കമുള്ളവർ ഇടപെട്ടിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ നൽകിയ
കത്തുകളും മറുപടി കത്തുകളും മാത്രമല്ല കേന്ദ്ര സംഘം ഇവിടെ എത്തി പ്രദേശം കാണുകയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് അഭ്യർത്ഥന മാത്രമല്ല കേന്ദ്ര സംഘം എത്തുകയും ചെയ്തിരിക്കുന്നു. കോടതി ഈ വിഷയം എടുത്ത സമയത്ത് കോടതിയിൽ കേന്ദ്രം നൽകിയ വിശദീകരണത്തിൽ ഉന്നതതല സമിതി ഈ വിഷയം ചർച്ച ചെയ്യാൻ L3 കാറ്റഗറിയിൽ പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിട്ടില്ല എന്ന വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ കേരളം അപേക്ഷ നൽകാൻ വൈകി എന്നുള്ള വാദം കേന്ദ്രം ഉന്നയിക്കുന്നത്. അരുൺ സോളമാണ് വിശദാംശങ്ങൾ നൽകിയതായാലും LDF പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലേക്കും പോകുന്നു ഡിസംബർ 5-ന്.